ദൈവത്തിൻ്റെ സ്വന്തം ഗ്രാമമായി കാറ്റുള്ള മല മാറിയത് ഈ പ്രദേശത്തിൻ്റെ ആത്മീയ നിറവ് കൊണ്ടാണ്. മലബാറിലെ മലയോരങ്ങളിൽ കുടിയേറിയ ജനത എവിടത്തെയും പോലെ കാറ്റുള്ള മലയിലും കനൽ വഴികൾ താണ്ടി ജീവിതം പടുത്തുയർത്തി. കാടും കാട്ടാറും കാട്ടുമൃഗങ്ങളും നിറഞ്ഞാടിയ ഈ പ്രദേശത്ത് മലഞ്ചരക്കിൻ്റെ ഉൽപ്പാദന ഭൂമികയായി ഉയർത്തുമ്പോൾ ഒരു ജനതയ്ക്ക് നഷ്ടക്കണക്കുകളുടെ പുസ്തകങ്ങളിൽ അനേകം പേരുകൾ എഴുതി ചേർക്കാനുണ്ട്. നേട്ടങ്ങളുടെ കണക്കുകളും കോട്ടങ്ങളുടെ കണക്കുകളും പെരുക്കുമ്പോൾ സായുജ്യത്തിൻ്റെ നിറവിലാണ് ഇന്ന് ഈ ഇടവക. ഞങ്ങൾ 4 പേർ ഈ ഒരു അവസരത്തിൽ കൈക്കാരന്മാരായി വന്നത് വളരെ സന്തോഷമായിട്ട് തോന്നുന്നു. കാരണം ഈ 50 വർഷത്തിൻ്റെ കാറ്റുള്ള മലയുടെ ചരിത്രത്തിൽ സുവർണ ജൂബിലിയുടെ ഈ അവസരത്തിൽ തന്നെ ഞങ്ങൾക്കിതിന് ഭാഗ്യം ലഭിച്ചതിന് ദൈവത്തോട് ഒരുപാട് നന്ദി പറയുന്നു. ഇവിടുത്തെ ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ കൂടെ മാത്യു നിരപ്പേലച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കാൻ സാധിച്ചത് തന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾ ജീവിതത്തിൽ ഓർക്കുന്ന കാര്യമാണ്. ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾക്കും ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അച്ഛൻ്റെ കൂടെ നിന്ന് സഹകരിക്കുവാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുവാനും അച്ഛൻ തന്നെ ഞങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമായിട്ട് മുമ്പിൽ നിൽക്കുകയാണ്. ഈ ഒരു വർഷക്കാലം ഞങ്ങൾ 4 പേരും കാറ്റുള്ള മല ഇടവകയ്ക്ക് വേണ്ടി വളരെ നന്നായി പ്രവർത്തിച്ച് ചെയ്തു പോരുന്നു. ഞങ്ങളുടെ കാറ്റുള്ള മല ഇടവക താമരശ്ശേരി രൂപതയിലെ ചെറിയൊരു ഇടവകയാണ്. 248 വീട്ടുകാരുള്ള ഈ ഇടവക ഞങ്ങളെല്ലാവരും അങ്ങോട്ടും സഹകരിച്ചാണ് എല്ലാ കാര്യങ്ങൾക്കും പോയിക്കൊണ്ടിരിക്കുക. വളരെ സാമ്പത്തികമായി അത്ര മെച്ചമുള്ള ഒരു ഇടവകയല്ലായിരുന്നിട്ടും എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും സഹകരണം എല്ലാ മേഖലയിലും ഉണ്ടാകാറുണ്ട്. ഈ സുവർണ ജൂബിലിയുടെ സമയത്താണെങ്കിലും ഇപ്പോൾ എല്ലാ മേഖലകളിലും ഇതിൻ്റെ സംഘാടനത്തിലും എല്ലാ കാര്യത്തിലും ഇടവകക്കാരെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതൊരു വൻ വിജയമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പല കാര്യങ്ങളും സാമ്പത്തികമായി കുറേ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ അതിനോട് യോജിക്കുന്ന കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം ആദ്യം തന്നെ അച്ഛൻ പറഞ്ഞ കാര്യം, നമ്മുടെ എല്ലാ വീടുകളിൽ പച്ചക്കറി വിത്ത് വിതരണം ചെയ്തുകൊണ്ട് അതിന് സ്വന്തമായി പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് അച്ഛൻ ഒരുക്കാൻ പറഞ്ഞത്. അതിന് അച്ഛൻ തന്നെ മാതൃകയാക്കി ഞങ്ങൾ കൈക്കാരന്മാരുടെ നേതൃത്വത്തിൽ പള്ളിയുടെ പരിസരത്ത് തന്നെ ഒരു കൂടുതലായിട്ട് പച്ചക്കറികൾ നട്ട് ആൾക്കാർക്ക് പ്രചോദനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അത് അച്ഛൻ്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഈ ജൂബിലിയോടനുബന്ധിച്ച് എല്ലാ വീടുകളിലും പച്ചക്കറി നട്ട് ഏറ്റവും നല്ല പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരത്തിലുമുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വീടുകൾ പോയി സന്ദർശിച്ച് അവർക്ക് സമ്മാനം കൊടുക്കുവാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പ്രാർത്ഥനയിലും എല്ലാ കാര്യത്തിലും വളരെ നന്നായി പോകുന്ന ഇടവകയാണ് കാറ്റുള്ള മല എന്ന് പറയാൻ സാധിക്കും. ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ നമ്മളിവിടെയുള്ള കുറേ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുക എന്നുള്ളതാണ് അച്ഛൻ്റെ നേതൃത്വത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. നമ്മളിവിടെയുള്ള പ്രായമായുള്ളവരെ ആദരിക്കുക, നമ്മുടെ ഇവിടുന്ന് സേവനം ചെയ്തു പോയ വൈദികരെയും സിസ്റ്റേഴ്സിനെയും നമ്മളിവിടെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് നമ്മൾ അവർക്ക് പ്രത്യേക ആദരവും സ്നേഹവും നൽകുക. പിന്നെ ഈ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ ഇവിടെ ഇടവകയിലുള്ള കുട്ടികളുടെ ആദ്യ കുർബാന, കൂടുതൽ ഭക്തി നിർഭരമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ വരികൾ, ഇമ്പമുള്ള ഈണങ്ങളാൽ ഇഴനെഴുന്ന സംഗീതത്തിൻ്റെ അതിമനോഹരമായ ലോകം. സ്നേഹപിതാവായ ദൈവത്തിന് ആരാധിക്കാൻ നമുക്ക് ഇതിലപ്പുറം എന്ത് സമ്മാനമാണ് നൽകാനുള്ളത്? എങ്കിൽ ആ സ്നേഹത്തിനായി ഇതാ പുതിയൊരു സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് നമുക്ക് പോകാം. la la la
കൈകളിൽ നൽകിടുന്നു ഞാൻ എൻ്റെ സർവ്വവും. ലോകവും അതിൻ്റെ ആശയും വെടിഞ്ഞു ഞാനിതാ നിൻ കൂടെ വന്നിടാ. ലോകവും അതിൻ്റെ ആശയും വെടിഞ്ഞു ഞാനിതാ നിൻ കൂടെ വന്നിടാ. നിന്നെ പിൻഗമിച്ചിടുന്ന പാപിയാമിയേഴ എന്ന് കരുണയോടെ കാത്തിടണമേ. എന്റെ ഉള്ളിൽ നേരിടുന്ന നൊമ്പരങ്ങളേറ്റുവാങ്ങി സ്നേഹമോടെ നീ തലോടണേ. യേശുവേ എന്റെ രക്ഷക, നിന്റെ നാമമാണെന്റെ ആശ്രയം. സ്നേഹമേ നിന്റെ കൈകളിൽ നൽകിടുന്നു ഞാൻ എൻ്റെ സർവ്വവും. പാപവും അതിൻ്റെ മോഹവും എനിക്കു നൽകിയ സുഖങ്ങളൊക്കെയും. പാപവും അതിൻ്റെ മോഹവും എനിക്കു നൽകിയ സുഖങ്ങളൊക്കെയും. നിന്റെ മുന്നിലേറ്റു ചൊല്ലി പാപമോചനം ലഭിച്ചു ശുദ്ധരായി മാറിടുന്നിതാ. എന്റെ കണ്ണുനീരു കൊണ്ടു നിന്റെ പാദമിന്നു ഞങ്ങൾ കഴുകി മുത്തമേകിടുന്നിതാ. യേശുവേ എന്റെ രക്ഷക, നിന്റെ നാമമാണെന്റെ ആശ്രയം. സ്നേഹമേ നിന്റെ കൈകളിൽ നൽകിടുന്നു ഞാൻ എൻ്റെ സർവ്വവും. ജീവനേ മോക്ഷമാർഗമേ ലോകസത്യമേ നന്ദിയോടെ ഞാൻ പാടാം സ്തോത്രഗീതകം എന്റെ നാഥനേ നിന്റെ സന്നിധി. യേശുവേ എന്റെ രക്ഷക, നിന്റെ നാമമാണെന്റെ ആശ്രയം. സ്നേഹമേ നിന്റെ കൈകളിൽ നൽകിടുന്നു ഞാൻ എൻ്റെ സർവ്വവും. ലാ 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 ലാ. ക്രൈസ്തവ പാരമ്പര്യവും സംസ്കാരവും ക്രിസ്തുവിൻ്റെ ജീവിതവും നന്മയും യുവത്വത്തിൻ്റെ ആഗ്രഹങ്ങളിലേക്ക് കൂട്ടിച്ചേർക്കുക എന്ന ലക്ഷ്യത്തോടെ 1988 KCYM സംഘടന ഈ ഇടവകയിലും സ്ഥാപിതമായി. KCYM സംഘടനയുടെ ആരംഭത്തോടെ ഈ ഇടവകയിലെ യുവജനങ്ങളെല്ലാം ഒന്നിച്ചു ചേരുകയും ഇടവകയിലെ ഓരോ പ്രവർത്തനങ്ങൾക്കായി അവർ ഒന്നുചേർന്ന് പങ്കെടുക്കുകയും ചെയ്തു. ഇതേ പാരമ്പര്യത്തിന് ചുവട് പിടിച്ചുകൊണ്ട് ഇന്നും KCYM ഈ ഇടവകയിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പ്രകൃതി പരിപാലനത്തിന് മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പള്ളിയും പരിസരവും വൃത്തിയാക്കുക, ലഹരി പദാർത്ഥങ്ങൾക്കെതിരായുള്ള ബോധവൽക്കരണം നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്ക് KCYM ചുക്കാൻ പിടിക്കുന്നു. ഇടവകയിലെ ആഘോഷ ദിനങ്ങളിൽ ഇടവകയുമായി ചേർന്ന് സഹകരിക്കുക, ക്രിസ്മസിനോടനുബന്ധിച്ച് ഓരോ വർഷവും വൈവിധ്യമാർന്ന പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീ നിർമ്മിക്കുന്നതിൽ KCYM പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു. ക്രൈസ്തവ മൂല്യത്തിൽ അധിഷ്ഠിതമായി കത്തോലിക്ക യുവജനങ്ങളുടെ സമഗ്ര വികസനവും സമൂഹത്തിന് വിമോചനവും എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് KCYM സംഘടന കാറ്റുള്ളമൽ ഇടവകയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന സമ്മാനമാണല്ലോ ഈശോ. നമ്മുടെ കുഞ്ഞി പൈതങ്ങൾ അവൻ്റെ സ്നേഹം നമുക്കായി ഒരുക്കിയിരിക്കുന്നു. യേശുവിനെ കേട്ടറിയാൻ, യേശുവിനെ കണ്ടറിയാൻ
ബഹുമാനപ്പെട്ട അരീക്കാട്ടിൽ അച്ഛൻ അന്ന് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കുട്ടികളോടും യുവാക്കളോടും മാതാപിതാക്കളോടും ഒരേപോലെ ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ കുട്ടികളുടെ എല്ലാ കളികളിലും അച്ഛൻ ഞങ്ങളോടൊപ്പം കൂടുമായിരുന്നു. പക്ഷേ വിശുദ്ധ കുർബാനയിലോ ദേവാലയത്തിലെ തിരുക്കർമ്മങ്ങളിലോ യാതൊരു വിധത്തിലുള്ള അലസതയും അച്ഛൻ അനുവദിച്ചിരുന്നില്ല. വിശുദ്ധ കുർബാന മധ്യേ സംസാരിക്കുകയോ മറ്റോ ചെയ്തിരുന്ന കുട്ടികളെ കുർബാനയ്ക്ക് ശേഷം മാറ്റി നിർത്തി നല്ല ശിക്ഷ നൽകുമായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കമായിരുന്ന അന്നത്തെ കാലഘട്ടത്തിൽ ഞെരുങ്ങി ലളിതമായ ജീവിതം നയിച്ച് ഇടവകയുടെ സ്ഥലത്ത് നല്ല റബ്ബർ മരങ്ങൾ നട്ടുവളർത്തി ഇടവകയെ സാമ്പത്തികമായി മുന്നോട്ട് നയിച്ചു. അച്ഛൻ്റെ സ്വന്തം റേഡിയോ പോലും വിറ്റ് കിട്ടിയ പണം ഉപയോഗിച്ച് ഇടവകയുടെ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചു എന്നുള്ളതും പ്രത്യേകം ഓർക്കുകയാണ്. നീതിമാനായ സ്നാപക യോഹന്നാൻ്റെ ജീവിതം നന്മയുടെയും സത്യത്തിൻ്റെയും വഴികൾ മാത്രം തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. സ്വാർത്ഥത അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രേരണ ആ നീതിമാൻ്റെ വഴിയിലെ വെളിച്ചം കെടുത്താൻ പലരെയും പ്രേരിപ്പിച്ചു. സ്നാപക യോഹന്നാൻ്റെ കഥ ഇതാ നിങ്ങൾക്ക് മുൻപിൽ. സദ്ഗമയ ജ്യോതിർഗമയ അമൃതം ഗമയ സർവചരാചര ചൈതന്യമേ നാദതാളസ്വരലയമായി നമിപ്പൂ ഞങ്ങൾ. ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർത്തീരമേ ജോർദാൻ നദീ തീരമേ തിരപാടും യൂദായിൻ കുളിർത്തീരമേ കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി കരിമിഴി പോലൊരാ തിരമിഴിച്ചേലുമായി ഒഴുകിവരും തഴുകിവരും ഒഴുകിവരും തഴുകിവരും അഴകൊഴുകും തിരപുണരും പുണ്യ ജോർദാൻ നദീ തീരമേ യൂദായിൻ കുളിർ തീരമേ. ആ നദി തീരത്തായി വന്നൊരു താപസൻ തേജസ്വരൂപിയായി പാപമാർഗങ്ങളിൽ മേയും ജനത്തിനായി മോക്ഷമാർഗങ്ങൾ തുറക്കാൻ ആ ജനമധ്യേ വിരൽ ചൂണ്ടി നിന്നയാൾ യേശുവിൻ വഴിയൊരുക്കി സ്നാപക യോഹന്നാൻ. ആറടിപ്പൊക്കമാണാജാനുബാഹുവാണാരെയും കൂസാത്ത ഭാവം ഒട്ടകത്തോലിനാലൊട്ടാകെ ചുറ്റിയൊരുത്തയാൻ പോലവൻ ചൊല്ലി അണലിസ
നാശം. കനിയൊന്നുമില്ലാത്ത മാമരങ്ങൾ നിങ്ങൾ മഴുവിനാൽ കടയറ്റു വീഴും. ഹേറോദിയാസിൻ കൊട്ടാരം, ധർമ്മം മരിച്ചൊരു കൊട്ടാരം. ഗർവിഷ്ഠകാരൻ ഹേറോദെ സ്വന്തം സോദര ഭാര്യയെ സ്വന്തമാക്കി. ഹേറോദ്യ കൊട്ടാര റാണിയായി. സ്നാപകൻ ശാസിച്ചു, ഹേറോദ്യ കലികൊണ്ടു. യോഹന്നാൻ രാജാവിൻ തടവിലായി. നൃത്തമൊത്തിരി ഇഷ്ടമാകവെ ഹെരോദേസിന് ആശയായി. ഇഷ്ടമുള്ളത് നൽകിടാൻ യോഹന്നാന്റെ തലമതി. സ്നാപകൻ തൻ ചിരസിതാ താലമുള്ളിൽ ധീരമായി. മണ്ണിലെന്നും നിൽപ്പിതാ നിർഭയത്തിൻ സാക്ഷ്യമായി. ദൈവസ്നേഹം